ഹലോ, ഡ്രസ്സൊക്കെ എടുത്ത് എങ്ങോട്ട് പോകണമെന്നില്ല. നമ്മളൊന്ന് കൊല്ലത്ത് പോകണോടോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. പുതിയ ട്രെയിനിലാണേ പോകുന്നത്. ടിക്കറ്റൊക്കെ എടുത്ത് ട്രെയിനിൽ കയറി ബസ്സിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകും. പിന്നെ ഓട്ടോ പിടിച്ച് നമ്മൾ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ പോയി അവിടുന്ന് സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി അപ്പുറത്തെ കല്യാൺ സിൽക്സിൽ കയറണം. എന്നിട്ട് ഈ ബ്രിക്സിൻ്റെ നോട്ട്ബുക്ക് കണ്ടിട്ട് അത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇതിൻ്റെ വലിയ സൈസും ഉണ്ടായിരുന്നു, പിന്നെ കുറേ നോട്ട്ബുക്ക്സ് ഉണ്ടായിരുന്നു. എല്ലാം 363, 163, 263 റേഞ്ചാണ്. ലാർജ്, മീഡിയം, സ്മോള് അങ്ങനത്തെ പലതരം സൈസുകളുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞ് നോട്ട്ബുക്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സാധനം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു മെമോ പാഡ് പോലത്തെ ഗ്രീൻ കളർ കണ്ടില്ല, അതിനൊരു 163 റുപ്പീസാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്രൗണിയും പപ്സും മീറ്ററോളൊക്കെ കഴിച്ചു, ഐസ്ക്രീമും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയോട് ആട്ടോ കഴിച്ചത്. പിന്നെ ബാഗും തൂക്കി നമ്മൾ ജോളി സിൽസിലെത്തി. ജോളി സിൽസിൽ നിന്ന് നമ്മൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഉച്ചക്കത്തെ ഞമ്മന് നമ്മൾ മക്ഡൊണാൾഡ്സിൽ കയറി. അവിടെ നിന്ന് ഞാൻ ഹാപ്പി മീൽ ഓർഡർ ചെയ്തിട്ടോ. ഞാൻ ആദ്യമായിട്ടോ ഹാപ്പി മീൽ കഴിക്കുന്നത്. വലിയ സംഭവമൊന്നും അല്ല കേട്ടോ. ഈ ഒരു ബോക്സും അതിനകത്തൊരു ബർഗർ ഉണ്ടായിരുന്നു, പിന്നെ ചോളവും ജ്യൂസും ബട്ടറും പിന്നെ ഒരു സ്റ്റോറി ബുക്കും ഉണ്ടായിരുന്നു ടോയ് ആയിട്ട്. അത് ഞാൻ എന്തെങ്കിലും പൊട്ടിച്ചാണിക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഓട്ടോയിൽ കയറി നമ്മൾ സ്റ്റുഡിയോയിലെത്തി. ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് ഡ്രസ്സ് എടുക്കാൻ കയറിയതല്ല, വെറുതെ വായി നോക്കാൻ വേണ്ടി കയറിയതാണ്. പിന്നെ അവിടെ എല്ലാം കയറി ചെരുപ്പിൻ്റെയൊക്കെ വില നോക്കിയാലും ഒരു സമാധാനം ആവില്ല. അപ്പോൾ അതേ ക്ലിപ്പൊക്കെ കണ്ടു. പിന്നെ അങ്ങനെയൊക്കെ വായി നോക്കി നടന്ന് കുറേ ഷർട്ടും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഈ ഷർട്ട് എൻ്റെ പോനെ അടിപൊളിയാണ്. ഇന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ട് ഞാൻ ഇനി വെറുതെ ഇട്ടിരിക്കുന്നത്, എന്തെങ്കിലും ഒരു ദിവസം ഞാൻ തൂക്കിയിരിക്കും. പിന്നെ നമ്മൾ ചെരുപ്പിൻ്റെയൊക്കെ വില നോക്കി കേട്ടോ, എല്ലാം അഫോർഡബിൾ പ്രൈസാണ്. പിന്നെ ഈ ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിന് 199 ആയിരുന്നു. പിന്നെ ഈ ക്ലിപ്പ് എടുത്ത് ഇതിനൊരു 49 റുപ്പീസ് ആയിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള ക്ലിപ്പാണ് കേട്ടോ അത്. പിന്നെ ഈ ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, 499 ആണ്. ഒരു ബീച്ച് കളറൊക്കെ ഉള്ളത്, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവിടെ ഇട്ട് നമ്മൾ ഈ ബോട്ടിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഷാർജ ഒക്കെ ഉള്ളൊരു കടയിൽ കയറിയിട്ടോ. കഫി മൂച്ചോ എന്നാണ് പേര്. ഷേക്ക് കുടിക്കാൻ കയറിയതാണ്. ഇതാണ് ഷാർജ. നമ്മളൊരു ഷാർജയും ഒരു അൽഫോൺസോ മാംഗോയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നഗറ്റ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ കൊല്ലത്ത് വരുന്നവരാണ് എന്തായാലും ഇവിടെ കയറിയിരിക്കണം. നല്ല അഫോർഡബിൾ പ്രൈസ്, 60 രൂപയുണ്ടായിരുന്നുള്ളൂ ആ ഷാർജയ്ക്കൊക്കെ. ഈ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റാണ്. അടിപൊളി സ്വർഗ്ഗമാണ്, മനസ്സ് നിറഞ്ഞ് കുടിക്കാൻ പറ്റും. ഈ ബസ്സിനും ബോട്ടിനൊക്കെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു കടയാണ് കേട്ടോ. പിന്നെ നമ്മൾ ബസ് കയറി എഴുത്താണിക്കടയിൽ കയറി പൊറോട്ടയും ബീഫും ചായയും കുടിച്ച് നമ്മുടെ യാത്ര ഇങ്ങോട്ട് അവസാനിപ്പിക്കും.